ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചായക്കടിയായിട്ടാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, അല്പം ഒരു ചിരിയും ഇടയ്ക്ക് ഒരു സങ്കടവും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളൻകിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിന് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. കാരണം ഇത് നമ്മൾ കുറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്വാദ് വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ചായക്കടി ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രെഡ് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. കാരണം നമുക്കിതിന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബ്രെഡ് ക്രംസ് റെഡിമെയ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്ന് ആവശ്യമില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് അല്ലാതെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇത് ഒത്തിരി നാൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസ് അല്ല. അതിന് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ 2 ബ്രെഡ് ഇതുപോലെ തന്നെ നുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്രംസ് കിട്ടിയിരിക്കുന്നത്. വളരെ തരി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 4 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതാ ഈ ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ കട്ടകളൊക്കെ കെടുക്കും. നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മൾക്ക് നമ്മുടെ ഒരു വിരലിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ കട്ടകൾ അറിയില്ല. അപ്പോൾ അത് ഈ ഒരു എന്താ പറയുക, റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അത് കൊള്ളത്തില്ല അങ്ങനെ കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ ഞാൻ ഈ 4 ഉരുളൻകിഴങ്ങും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇവിടെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എല്ലാം തന്നെ ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട, കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തത് ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറോ കോൺ സ്റ്റാർച്ച് എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലവറിന് പകരം കൂവപ്പൊടി ചേർക്കാം, അരിപ്പൊടി ചേർക്കാം, മൈദ ചേർക്കാം. ഇതൊക്കെ ചേർക്കാം. നമുക്ക് ഈ ഒരു നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അടുത്തത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം, അതായത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക. അപ്പോൾ കശ്മീരി ചേർത്തത് കൊണ്ട് നമുക്ക് നല്ലൊരു നിറം കൂടെ കിട്ടും. ഒപ്പം അത്യാവശ്യം എരിവും കാണും. അതുകൊണ്ടാണ് ഞാൻ കശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതൊരു ചപ്പാത്തി മാവിൻ്റെ കണക്കിന് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉരുളൻകിഴങ്ങിൽ നിന്നുള്ള ഒരു നനവ്, ഒരു വെള്ളം അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം ഒത്തിരി അങ്ങ് എന്താ പറയുക, കുഴഞ്ഞിരിക്കുവാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കോൺഫ്ലവർ ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ ചേർത്തത് കൂടാതെ അല്പം കൂടെ കോൺഫ്ലവർ പിന്നീട് ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അടുത്തത് ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇച്ചിരി ഒട്ടുന്ന പോലെ തോന്നിയത് കൊണ്ട് ഞാൻ അല്പം കൂടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഇപ്പം ഇച്ചിരി നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമുക്ക് തോന്നും, ഒന്ന് ഒട്ടുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ ഞാനിപ്പോൾ അതിനൊരു സൂത്രമുണ്ട്. ഞാൻ എന്നെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കാം. പക്ഷേ ഞാനിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഞാനിത് ഫ്രീസറിനകത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനൊന്ന് കാണിക്കാം. ഇപ്പം അത് ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ കയ്യിൽ നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാനൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കൊരു ചപ്പാത്തി പലക എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിശാലമായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഈ മാവ് ഒന്നില്ലെങ്കിൽ ഇത് പകുതിയാക്കി എടുത്ത് നമുക്ക്
നമുക്ക് അച്ചെടുത്ത് നമുക്ക് വട്ടം ഒന്ന് മുറിച്ചെടുക്കണം. ഞാനിപ്പം അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്ന മാവ് മുഴുവൻ ഞാൻ എന്തായാലും ഇതുപോലെ കൈ വെച്ചിട്ട്, ഇതിന് നമുക്ക് ചപ്പാത്തിയുടെ റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് നമുക്കിതാ ഈ കാണിക്കുന്നത് പോലെ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കാം. ഒത്തിരി കനം കുറയ്ക്കരുത്, അത്യാവശ്യം കനം കാണണം. ഞാൻ കാണിക്കാം എത്രത്തോളം കനം വേണം എന്നുള്ളത്. അപ്പോൾ അതാ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ കോൺഫ്ലവർ ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നമ്മൾ ആ കൗണ്ടർ ടോപ്പിലൊന്ന് ഇത് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ അല്പം കോൺഫ്ലവർ ഒന്ന് വെതറി കൊടുക്കാം, അല്ലെങ്കിൽ മൈദ വെതറി കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മേലും അല്പം കൂടെ വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും, നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ കട്ടർ വെച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കട്ടർ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ, ഒരു ഗ്ലാസിൻ്റെ ആണെങ്കിലും ആ വായ്വട്ടം വെച്ചിട്ടൊന്ന് നമുക്ക് അച്ച് പോലെ അങ്ങ് എടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 3 തരത്തിലുള്ള കട്ടർ എടുത്തിട്ടുണ്ട്, പല സൈസിൽ. ഒന്ന് നമുക്ക് പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്യാം, ഒന്ന് ഡിസൈൻ പോലെ, അതായത് കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കട്ടറാണ് ഇട്ടത്. ഇത് വലിയ പൈസയൊന്നുമില്ല. ഈ ഒരു സെറ്റ്, അതായത് 10 ഉണ്ടെന്ന് തോന്നുന്നു, 10 ഡിഫറെൻറ്റ് ആയിട്ടുള്ള സൈസുള്ള ഈ ഒരു സെറ്റ് ഇവിടുത്തെ നാട്ടിൽ 100 രൂപയാണ്, ഇവിടുത്തെ 1 പൗണ്ടാണ് ഇതിൻ്റെ വില. അപ്പോൾ വലിയ പൈസയൊന്നുമില്ല. നമുക്ക് പല സൈസിലുള്ള കട്ടറാണിത്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസായിട്ടുള്ളൊരു കട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാട്ടോ ഇതിൻ്റെ ഒരു സൈസ്, തിക്നെസ് എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, നമ്മുടെ മാവിൻ്റെ തിക്നെസ് ഈ ഒരു കട്ടിയിൽ വേണം ഉണ്ടാവാനായിട്ട്. എന്നാലാണ് നമുക്കിതൊന്ന് പൊരിച്ച് വരുമ്പോഴത്തേക്കും കാരണം ഇത് വീർത്ത് വരും, കുറച്ചങ്ങ് വീർത്ത് ഉള്ളൊക്കെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇച്ചിരി ഒരു കനം വേണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു തിക്നെസ്സിലെങ്കിലും നമ്മൾ എടുക്കണം. അപ്പോൾ ഞാനിനി ഇതൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള മാവ് അവിടെ ഇരിക്കട്ടെ, നമുക്കത് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അത് ഞാൻ കാണിക്കാം പിന്നീട്. അപ്പോൾ നമുക്കിതിന് ഓരോരോ ഇമോജീസ്, അതായത് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോലത്തെ ഓരോരോ മുഖഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം അത് നമ്മുടെ ഓരോ ഭാവനയ്ക്കനുസരിച്ചാണ്. ഞാൻ ഇതിനകത്ത് വലിയൊരു ആർട്ടിസ്റ്റൊന്നും അല്ല, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളുണ്ട്. അപ്പോൾ ഞാനൊരു സ്കെച്ച് പെന്നിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇതേപോലെ കണ്ണൊന്ന് കുത്തി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോ വെച്ചിട്ട് നമുക്കൊന്ന് കണ്ണ് കുത്തി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു ഒരു വിടർന്ന ചിരി വരുത്താനായിട്ടൊരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നല്ല വിടർന്ന ചിരിയായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് സങ്കടത്തിൻ്റെ ഫേസ് ആക്കാൻ പറ്റും, ദേഷ്യം, ഒരു കണ്ണടച്ചിട്ടുള്ള പോലെ, അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയൊക്കെ ഇപ്പോൾ ഒരു നല്ല ഭംഗിയില്ലേ ചിരിക്കണ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു എന്താ പറയുക, ചിരി വിടർത്തുന്ന ഒരു പൊട്ടറ്റോ ആണത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ ഒരു 4-5 എണ്ണം ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവും എങ്ങനെയാണ് നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്യുന്നതൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള മുഖത്തിൻ്റെ ചിരിക്കുന്നതും കരയുന്നതും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു ഹൈ ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഞാൻ ഈ ഒരു പൊട്ടറ്റോ നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നുമില്ല, തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ സ്വാദെന്ന് പറയുന്നത് അസാധ്യ സ്വാദാണ്. പിന്നെ ഇതുപോലെ സമയമെടുത്ത് കണ്ണും മൂക്കും അല്ലെങ്കിൽ ചിരിയൊന്നും വരുത്തണം എന്ന് ഒരു നിർബന്ധമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അതല്ല വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കട്ട്ലേറ്റിൻ്റെ പോലെയൊക്കെ ഒന്ന് ഉരുട്ടി ഇതുപോലെ തന്നെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. നല്ല സ്വാദെന്ന് പറഞ്ഞാൽ നല്ല സ്വാദാണ്. അപ്പോൾ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിന് വേണ്ടുന്നത് വെറും 3-4 ചേരുവകൾ മാത്രമാണ്. അപ്പോൾ ശരി, ഞാൻ ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 1 മിനിറ്റ് പോലും വേണ്ട. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1 മിനിറ്റ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ പതുക്കെ മാറാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. നല്ല സ്മൈലീസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്ത് കോരി വയ്ക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു മാവാണിത്. അതും ഇതുപോലെ തന്നെ നമ്മളത് അല്പം കോൺഫ്ലവർ മൈദ ഒന്ന് മേലൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ അതേ കാണിച്ച ആ ഒരു സ്റ്റെപ്പുകൾ വീണ്ടും കാണിക്കുക. അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്.
അടുത്തത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഇതിന് കണ്ണും വായും ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്മൈലീസ് ഇവിടെ റെഡിയാണ്. ഇതിന് പൊട്ടറ്റോ സ്മൈലീസ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമാണ്, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരുന്ന് മടുത്തിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്കും ആണെങ്കിൽ ഇപ്പോൾ ഒരു അവസരമാണ് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു ഭക്ഷണം തന്നെയാണ്. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പുറകെ വരും, ഉറപ്പാണ്. ഞാനിവിടെ 4 കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.